ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. കൊണ്ടാഴി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് സൈഡിൽ സെന്റിന് 35,000 മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. ഫോൺ 9947 645007 9497 650076. കേരള പ്രവാസി സംഘം ദേശമംഗലം പഞ്ചായത്ത് സമ്മേളനം വായനശാല ഹാളിൽ വെച്ച് നടന്നു. കേരള പ്രവാസി സംഘം ദേശമംഗലം പഞ്ചായത്ത് സമ്മേളനം ദേശമംഗലം വായനശാല ഹാളിൽ വെച്ച് നടന്നു. പ്രവാസി സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ഹക്ക് ഉദ്ഘാടനം ചെയ്തു. കൊച്ചു സംസ്ഥാനത്ത് നിന്ന് വേണ്ടത്ര രീതിയിലുള്ള വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ ലഭിച്ച നമ്മുടെ അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സൗകര്യം ലഭിച്ച പോലെ തന്നെയായിരുന്നു 1960കളുടെ അവസാനത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണഖനനം തുടങ്ങിയെന്നുള്ളൊരു വാർത്ത അറിഞ്ഞത്. ഒരുപക്ഷെ കേരളത്തിലുള്ള ഇന്ത്യക്കകത്തുള്ള പല സംസ്ഥാനങ്ങളും ഈ വാർത്ത പോലും പറഞ്ഞത് പിന്നീടെന്നെങ്കിലുമായിരിക്കും. പക്ഷെ കേരളത്തിൽ ഈ വിവരം കൃത്യമായി ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ നിന്ന് ധാരാളം ആളുകൾ പശ്ചിമേഷ്യ രക്ഷപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോവുകയുണ്ടായിരുന്നു. ഇപ്പോൾ അതേ പശ്ചിമേഷ്യ കത്തുകയാണ്. നമുക്കറിയാം, ഇറാൻ എന്ന് ഓരോ ദിവസങ്ങൾ ചിലതോറും കത്തി അമരുകയാണ്. അവിടെ ഇസ്രയേലിന്റെ കഴുകൻ വിമാനങ്ങളും മറ്റുമൊക്കെ ചീരിപ്പാഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊന്ന് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കും. ആ പശ്ചിമേഷ്യയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ രക്ഷിച്ചത് എന്നത് മറക്കാൻ പറ്റില്ല. ആ രാജ്യങ്ങളിൽ എണ്ണഖനനം ഉണ്ടെന്ന് കേട്ട സമയത്ത് എണ്ണ കുഴിച്ചെടുക്കാൻ പോയ ആളുകളല്ല നമ്മളാരും. ആ എണ്ണഖനനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വേണ്ടത്ര സാമ്പത്തിക സ്ഥിതി എത്തിച്ചേരുമെന്നോ ആ സാമ്പത്തിക സ്ഥിതി വരുന്നതിനെ തുടർന്ന് നിർമ്മാണ മേഖലയിൽ വൻ കുതിപ്പുകൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് കേരളീയർ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പഴയകാലത്ത് 1960കളുടെ അവസാനത്തിൽ 70കളുടെ ആദ്യത്തിലാണ് ആളുകൾ ഇവിടെ നിന്ന് പോകാൻ തുടങ്ങിയത്. പോയ സമയത്ത് നമ്മുടെ പഴയ മുൻ പ്രസിഡന്റ് ശ്രീ PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞിരുന്ന പോലെ പ്രവാസി സംഘം ദേശമംഗലം വൈസ് പ്രസിഡന്റ് യൂസഫ് തച്ചോത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അലി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് മുതിർന്ന 30 പ്രവാസി അംഗങ്ങൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു. നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള പൈസ കൊണ്ടുകൂടി കേരളം വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള പ്രവാസ ലോകത്ത് പണിയെടുത്തിരുന്ന മുഴുവൻ ആളുകൾ ഒരു ഡാറ്റ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞതുപോലെ എത്ര ആളുകൾ ഇവിടെ നിന്ന് പോകുന്നു, എത്ര ആളുകൾ വരുന്നു, വന്നതിന് ശേഷം അവരുടെ പോയ എല്ലാ ആളുകളും സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കയും പ്രവാസി സംഘവും ഒക്കെ ഉള്ളതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് ആശ്രയിക്കാൻ, നമ്മളെ സഹായിക്കാൻ, നമുക്ക് ഇടപെടൽ നടത്താൻ അല്ലെങ്കിൽ ഫോണൊന്നെടുത്ത് വിളിക്കാൻ നമുക്കിപ്പോൾ ഒരു ആശ്രയ കേന്ദ്രം നമുക്കുണ്ട്. ഇതൊന്നുമില്ലാതിരുന്നൊരു കാലത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ചെത്തുമോ എന്ന് പോലും പ്രതീക്ഷയില്ലാതിരുന്നൊരു കാലം. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ P സാബിറ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുശീല, ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം പുഷ്പജ ദേശമംഗലം എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ റിപ്പോർട്ട് ചേലക്കര ഏരിയ സെക്രട്ടറി MK ഹനീഫ അവതരിപ്പിച്ചു. നിരവധി പ്രവാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ പ്രസിഡന്റ് യൂസഫ്, സെക്രട്ടറി അലി, ട്രഷറർ മധു എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് CCV.